ഇറങ്ങാൻ പോവാണ്. മമ്മൂക്കനെ കാത്തിരിക്കുന്നു വെള്ളിത്തിരയില്. മമ്മൂക്ക നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും, പക്ഷെ വലിയ ഒരു പ്രതീക്ഷയാണ്. മമ്മൂക്ക തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ബാബു തന്നെയാണെന്നും പറയുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. പക്ഷെ ലാലേട്ടനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും മലയാളത്തിലെ ഇതിഹാസ താരങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ന്യൂജൻ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൈമാറ്റത്തിന് ഈ സിനിമയോട് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നല്ല ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പടം. കൊച്ചി, അതായത് റിയൽ കൊച്ചി. അത് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള, അതായത് റെസ്ലിംഗ് വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഒരുപാട് കളരിപ്പയറ്റ്, കൊമ്പ്, ഗുസ്തി അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മളൊരു റെസ്ലിംഗ് വിഭാഗം അത് കൊച്ചി വരുന്നത്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി, ഒറിജിനൽ കൊച്ചി. അതാണ് പടം. നമുക്കറിയാം മമ്മൂക്കയൊക്കെയാണ് ഒറിജിനൽ കൊച്ചി ആ ഒരു രീതിക്ക് സംസാരിക്കുന്നതാണെങ്കിലും, ബിഗ് ബി ആണെങ്കിലും, പിന്നെ ബ്ലാക്ക് ആണെങ്കിലും ആ ഒരു സ്ലാങ് അടിക്കുന്നത് മമ്മൂക്കയാണ്. അപ്പോൾ ചിലപ്പോൾ മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും എന്തായാലും ന്യൂജന് കൈമാറാൻ പോവുകയാണ്, അത് ഉറപ്പിച്ചു. പിന്നെ അർജുൻ അശോകൻ എന്ന് പറയുന്നതും റോഷനൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹോളിവുഡ് പവറുള്ള, ഒരു ഇൻ്റർനാഷണൽ ലുക്കുള്ള ഒരു നടനാണ്. വിശാഖ്, റോഷൻ, പിന്നെ അർജുൻ അശോകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യുവതലമുറയിൽ ഇനി ആസിഫ് അലിയുടെയൊക്കെ ആ റേഞ്ചിലേക്ക് വരുന്ന ഒരു നടനായിരിക്കും അർജുൻ അശോകൻ. സ്റ്റാർഡും വരും. കാരണം പക്ഷേ അഹങ്കാരമൊന്നും അല്ല, പക്ഷെ കഴിവുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത്, അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നടനാണ്. ഞാൻ ചെറിയൊരു സീനിലുണ്ട്. പക്ഷെ അത് ഇടി സീനില്ല, അതിൻ്റെ ആരംഭഘട്ടങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടി വരും. പടം കണ്ടു കഴിയും പറയാം. പക്ഷേ പടം ഗംഭീര സിനിമയായിരിക്കും. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, അത്രയും നല്ല ക്വാളിറ്റിയിലെടുത്തേക്കുന്ന സിനിമയായിരിക്കും. നല്ലൊരു പുതിയൊരു ദൃശ്യാനുഭവം തന്നെയായിരിക്കും സിനിമ. ചത്തപ്പച്ച ഇത് ബ്ലോക്ക് ബസ്റ്ററാണ്, ഹിറ്റാണ്. നിങ്ങൾക്കറിയാം ഞാൻ വനിതാ തിയേറ്ററിൽ കാല് വെച്ചാൽ അന്നൊരു ഹിറ്റടിക്കും, അത് ഉറപ്പിച്ചോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയിലാണെങ്കിലും എൻ്റെ ഫ്രെയിം കാണിച്ചിട്ടുള്ള സിനിമയെല്ലാം സൂപ്പർ ഹിറ്റ് 100 കോടി ക്ലബ്ബുകളിലെ സിനിമകളാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ചത്തപ്പച്ച തന്നെ ആയിരിക്കും. കാണാമെന്നില്ല, എന്തും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. അത് മാത്രമല്ല, ഇത് കുടുംബ പ്രേക്ഷകരിലുള്ള എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും വന്നിരുന്ന് കാണാം. അപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ള. അതായത് കുഞ്ഞുങ്ങൾക്ക് പോലെയും നമ്മൾ സാധാരണ ഈ ഫോൺ ക്യാമറ, അതായത് നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ വരുന്നതിന് മുമ്പ് നമ്മൾ റെസ്ലിംഗ് ടി വിയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അത് വീണ്ടും തിയേറ്ററിൽ പുനർജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് കാണാനുള്ളൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. ന്യൂജൻ ഭയങ്കരമായിട്ട് ഈ പടത്തിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുടുംബ പ്രേക്ഷകരായിട്ട് കഥയുണ്ട്, നല്ല ബെറ്ററാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖ ഡയറക്ടറാണെങ്കിലും ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുടെ അസിസ്റ്റൻ്റാണ്. മനസ്സിലായോ? അദ്വൈതം എന്ന് പറയുന്ന ആൾ. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പറഞ്ഞ ഒരു റിലേറ്റീവാണ് പുള്ളി. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമ നമ്മളെ ഇഷ്ടപ്പെടുത്തും. അത്ര നല്ല കഴിവുള്ള ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ റൈറ്റർ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളെ സനൂപ് തൈക്കുടം, അതായത് രമേശ് ആൻഡ് സുരേഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടമില്ലേ, അതിൻ്റെ സംവിധായകനും റൈറ്ററുമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ടീമാണ് ഇതിൻ്റെ. പിന്നെ സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കോ സ്റ്റണ്ട് മാസ്റ്ററാണ്, കലൈ കിങ്സ്, അതാ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്റ്റണ്ട്, അടിപൊളിയാണ്. തീ പറപ്പം പടമാണ് കേട്ടോ.